നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് +2 ഹിസ്റ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരും എന്ന് 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ചോദ്യം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഹിസ്റ്ററി പരീക്ഷയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചോദ്യമാണ് മാപ്പ് സ്റ്റഡി എന്നുള്ളത്. ഒരു ഇന്ത്യൻ മാപ്പ് തന്നിട്ട് ആ മാപ്പിൽ അവർ പറയുന്ന ചോദ്യപേപ്പറിൽ പറയുന്ന 4-6 ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിരിക്കും ചോദ്യം ഉണ്ടാവുക. പഴയ കാലത്ത് നമുക്കറിയാം നമ്മൾ മാപ്പ് വരച്ചിട്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. ചോദ്യം എന്താണോ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി തരും. അത് നമ്മൾ മാപ്പ് വരച്ചിട്ടാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് മാപ്പ് ഒരു പേപ്പറിൽ ഷീറ്റിൽ മാപ്പ് തരും. ആ മാപ്പിലാണ് നമ്മൾ ഈ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മാപ്പും നിങ്ങൾ വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ 4 മാപ്പാണ് പരിചയപ്പെടുത്തുന്നത്. 4 മാപ്പ് നമ്മുടെ പുരാതന ഇന്ത്യയുമായി ബന്ധപ്പെട്ട മാപ്പാണ്. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ആ ഇന്ത്യൻ ഭൂപടമാണ് തരുന്നത്. അതിൽ നമ്മൾ ഇവിടെ ആൻസർ അടയാളപ്പെടുത്തി പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് മാപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് ഓരോ ടോപ്പിക്കും, അതായത് എന്താണ് ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് അടയാളപ്പെടുത്തേണ്ട അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും അത് കൃത്യമായി വരച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഒരു 10 തവണ നിങ്ങളിത് ആവർത്തിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ മാപ്പ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട മാർക്കിൽ നിന്ന് 1 മാർക്ക് പോലും നഷ്ടപ്പെടുന്നതല്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ലാഹോർ. ഇപ്പോൾ നമുക്കറിയാം ലാഹോർ നിലകൊള്ളുന്നത് ഏത് ഭാഗത്താണ്? നമ്മുടെ ജമ്മു കാശ്മീറുമായി ബന്ധപ്പെടുത്തിയിട്ട് ആണ് ഇവിടെ കൊടുക്കുന്ന ലാഹോർ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇത് പുരാതന ഇന്ത്യയാണ്. പുരാതന ഇന്ത്യയിൽ ലാഹോർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇവിടെ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിലായിട്ട് അമൃത്സർ ഉണ്ട്. അമൃത്സറിൻ്റെ കുറച്ചും കൂടെ താഴെയായിട്ട് നമ്മൾ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാഹോറും അതുപോലെ തന്നെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലവും ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നതും ഏകദേശം അടുത്തടുത്താണ്. ജാലിയൻ വാലാബാഗ് അമൃത്സറിലാണ്. അതുകൊണ്ട് ജാലിയൻ വാലാബാഗ് അല്ലെങ്കിൽ അമൃത്സർ എന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് അവിടെ തന്നെ കൊടുക്കാൻ കാരണം. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് നമുക്ക് അവിടെ എന്ത് കാണാം? ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം മാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചൗരി ചൗര ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് താഴേക്ക് ചമ്പാരൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബംഗാളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ താഴോട്ട് കൽക്കത്തയുണ്ട്. റൈറ്റ് സൈഡിലാണ് കൽക്കത്ത വരുന്നത്. കൽക്കത്തയിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മദ്രാസ് എന്ന് പറയുന്ന സ്ഥലം കാണാം. കേരളത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മദ്രാസ് എന്നുള്ള സ്ഥലം കാണാം. നേരെ മദ്രാസിൻ്റെ ഇടതുഭാഗത്തായിട്ട് പയ്യന്നൂർ കൊടുത്തിട്ട്, പയ്യന്നൂർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സ്ഥലം പയ്യന്നൂർ. അതുപോലെ തന്നെ തൊട്ടു മുകളിലായിട്ട് നമുക്ക് ബോംബെ കാണാം. ഓക്കെ, ഇപ്പോൾ ബോംബെ തന്നെയാണ് തരേണ്ടാവുക, മുംബൈയിൽ നിന്ന് തരാൻ സാധ്യതയില്ല. കാരണം ഇത് പഴയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം ആയതുകൊണ്ട് ബോംബെ തന്നെയാണ് തരേണ്ടാവുക. അതുപോലെ തന്നെ തൊട്ടു മുകളിലായിട്ട് ഗുജറാത്തിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാം ദണ്ഡി എന്ന് പറയുന്ന സ്ഥലം കാണാം. അതിൻ്റെ തൊട്ടു മുകളിലായിട്ട് അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലം കാണാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വടക്കു ഭാഗത്ത് നിന്ന് റൈറ്റ് സൈഡിലോട്ട് കിഴക്കോട്ട് നീങ്ങി അങ്ങനെ നമ്മൾ തെക്കോട്ട് വന്നു, ദെൻ പടിഞ്ഞാറോട്ട്, അങ്ങനെയാണ് ഞാൻ ഇത് റൈറ്റ് സൈഡിലൂടെ ഇടത്തോട്ട് വന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ ഈ മാപ്പ് സ്റ്റഡി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങളാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു മാപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ മാപ്പ് 1857 കലാപത്തിൻ്റെ മുഖ്യ കേന്ദ്രങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാപ്പ് സ്റ്റഡിയാണ്.
ഇത് ഒരുപാട് തവണ നിങ്ങളുടെ +2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം മീററ്റ് എന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. മീററ്റ് ജമ്മു കാശ്മീരിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണുന്നു മീററ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡൽഹി ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ലക്നൗ എന്ന് പറയുന്ന അടയാളപ്പെടുത്തിയിട്ട് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവധ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവധിൻ്റെ തൊട്ട് വലതു ഭാഗത്തായിട്ട് നമുക്ക് ആറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആര എന്ന് പറയുന്ന സ്ഥലം കാണാം. അതിൻ്റെ തൊട്ട് ഇടതു ഭാഗത്തായിട്ട് കാൺപൂരുണ്ട്. കാൺപൂരിൻ്റെ തൊട്ട് താഴെയായിട്ട് ഝാൻസിയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നേരെ നമുക്ക് നമ്മുടെ ബംഗാളിലേക്ക് പോരുമ്പോൾ ബംഗാളിൻ്റെ ഭാഗത്തായിട്ട് ബരക്പൂർ കാണാം. ബരക്പൂർ നമ്മുടെ നേരത്തെ കൽക്കത്ത അടയാളപ്പെടുത്തിയ ഭാഗത്താണ് ബരക്പൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 ഭാഗങ്ങളാണ് ഈ പ്രധാനപ്പെട്ട 1857 കലാപത്തിൻ്റെ മുഖ്യ കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കുന്ന 8 കേന്ദ്രങ്ങൾ. മീററ്റ്, ഡൽഹി, ലക്നൗ, അവധ്, ആറ, ബരക്പൂർ, കാൺപൂർ, ഝാൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഒരു മാപ്പാണ് പുരാതന ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളാണ്. പുരാതന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്, അതായത് പഴയ രാജാക്കന്മാരുടെ ഭരണകാലയളവിലെ സ്ഥലങ്ങളാണ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകാം. ഹസ്തിനപുരം നമുക്കവിടെ കാണാം. ഹസ്തിനപുരം ഡൽഹിയുടെ ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തിയുള്ളതാണ് ഹസ്തിനപുരം. റൈറ്റ് സൈഡിലോട്ട് ഉത്തർപ്രദേശിൻ്റെ ഭാഗത്തായിട്ട് ലുംബിനി കാണാം. ലുംബിനിയുടെ തൊട്ട് വലത്തോട്ട് കുശി നഗരം കാണാം. കുശി നഗരത്തിൻ്റെ തൊട്ട് വലത്തോട്ട് താഴെയായിട്ട് പാടലിപുത്ര ഉണ്ട്. പാടലിപുത്രത്തിൻ്റെ തൊട്ട് താഴെ രാജഗൃഹമുണ്ട്. രാജഗൃഹത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ബോധ്ഗയ കാണാം. ബോധ്ഗയയുടെ തൊട്ട് മുകളിലായിട്ട് സാരാനാഥ് ഉണ്ട്. സാരാനാഥിൻ്റെ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് സാഞ്ചി കാണാം. സാഞ്ചിയിൽ നിന്ന് വീണ്ടും നമ്മൾ ഗുജറാത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഗിർനാർ കാണാം. ഗുജറാത്തിൻ്റെ ഭാഗത്ത് ഗിർനാർ എന്ന് കാണാം. ദെൻ നേരെ നമ്മൾ കർണാടകയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അമരാവതി എന്ന് പറയുന്ന സ്ഥലവും കാണാം. ഇത് പഴയ കാലത്തെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളാണ്. പുരാതന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹസ്തിനപുരം, ലുംബിനി, കുശിനഗരം, പാടലിപുത്രം, രാജഗൃഹം, ബോധ്ഗയ, സാരാനാഥ്, അതുപോലെ ഗിർനാർ, അമരാവതി, സാഞ്ചി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് മാപ്പിലേക്കാണ് പോകുന്നത്. പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ. ഇതും നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇന്ത്യൻ മാപ്പിൻ്റെ പുറംഭാഗത്തായിട്ട് ഇടത് ഭാഗത്ത് കാണാം ഷോട്ടുഗായ് എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം. ഷോട്ട്ഗായ്, അതായത് നമ്മുടെ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ ഭാഗത്തായിട്ടാണ് അത് ഷോട്ട്ഗായ് കാണുന്നത്. ദെൻ ഇന്ത്യയിലേക്ക് കടന്നാൽ ഇന്ത്യക്കുള്ളിലായിട്ട് ഹാരപ്പ കാണാം. അതുപോലെ തന്നെ ബൻവാലി കാണാം. ഹാരപ്പയുടെ തൊട്ട് താഴെയായിട്ട് ബൻവാലി ഉണ്ട്. ബൻവാലിയുടെ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് കാലിബംഗൻ ഉണ്ട്. കാലിബംഗൻ്റെ വീണ്ടും ഇടത് ഭാഗത്തോട്ട് വന്നാൽ മോഹൻജൊദാരോ കാണാം. മോഹൻജൊദാരോയുടെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ബാലാക്കോട്ട് കാണാം. ബാലാക്കോട്ടിൻ്റെ തൊട്ട് താഴെ ഡോളവീര കാണാം. ഡോളവീരയുടെ താഴെയായിട്ട് ലോത്താൾ കാണാം. ലോത്താളിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നാഗേശ്വർ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങളായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പുകളാണ്. അപ്പോൾ മാപ്പ് സ്റ്റഡിയിൽ 4 എണ്ണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 എണ്ണത്തിൽ നിന്നല്ലാതെ മറ്റൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്കതിൽ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കും. എങ്ങനെയാണെങ്കിൽ മാത്രം ഇത് നിങ്ങൾ വരച്ച് എഴുതി പഠിക്കണം. റഫായിട്ടൊന്ന് വരച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ കുത്തിരുന്ന് കൃത്യമായിട്ട് ഇന്ത്യയുടെ ഒരു പഴയ പ്രാചീന ഇന്ത്യയുടെ മാപ്പ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വരക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഓരോ സ്ഥലങ്ങളും എവിടെയാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താനാണ് പഠിക്കേണ്ടത്. അവിടെയാണ് മാർക്ക് വരിക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.